ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ഗ്രേവിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോണത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പത്തിരിക്കും പൊറോട്ടയ്ക്കും അതുപോലെ നെയ്ച്ചോറിനൊക്കെ സൈഡായിട്ട് മേടിക്കുന്ന ഒരു കറിയില്ലേ, ഒരു സാൽന, പ്ലെയിൻ സാൽന, ആ സാലൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോണത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക. കണ്ട ശേഷം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഈ സാലന ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സാലന തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സാലന തയ്യാറാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, അതല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത് അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഓയിലിൽ തയ്യാറാക്കാനായിട്ട് നോക്കുക. എണ്ണ ചൂടായി കിട്ടിയ ഇതിലേക്ക് കറുവാപ്പട്ട, അതുപോലെ തന്നെ 3 ഏലക്കായ, 2-3 ഗ്രാമ്പൂ ഇതുകൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയ ഇതിലേക്ക് 4 സവാള നന്നായിട്ട് നീളത്തിൽ നുറുക്കിയെടുത്തത്, നൈസായിട്ട് വേണം നുറുക്കിയെടുക്കാൻ. അടുത്തതായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളക് ഇവിടെ ഞാനൊരു 5 എണ്ണം നടു കീറിയിട്ടാണ് എടുത്തേക്കണത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ എരിവ് വേണ്ടത് എത്രയാണോ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ, 1 ടേബിൾ സ്പൂൺ അല്ല. അത് പ്രത്യേകം നോക്കണം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വളരെ കുറച്ച് മാത്രം മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയിൽ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ സവാള ബ്രൗൺ കളറായിട്ട് കിട്ടും. സവാള ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ബിരിയാണി മസാലയോ ചേർത്താൽ സാലനയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുക. അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അതല്ല നിങ്ങൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുതിനയിലയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ സാലനയ്ക്ക് ഏറ്റവും ടേസ്റ്റ് ഇതിൽ പുതിനയുടെ മണം വരുമ്പോഴാണ്. അപ്പോൾ കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾ കൂടുതലായിട്ടും പുതിനയുടെ ഇല യൂസ് ചെയ്യണം. ഇനി ഇതിലേക്ക് 3 തക്കാളി നല്ല മെലിഞ്ഞ് നീളത്തിൽ നുറുക്കിയെടുത്തതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇനി ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യണത്. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുകയാണ്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, 10 അണ്ടിപ്പരിപ്പ്, ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്കായ, 2-3 കരയാമ്പൂവ്, കുറച്ച് വൈറ്റ് കസ്കസും കൂടി ചേർത്ത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. മൂടി വെച്ച് വേവിച്ച് തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയും സവോളയും ഒക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കട്ടിക്കാനിരിക്കണത്, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. മൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. കറി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഈ സമയത്ത് വരണത്. ഈ സമയത്ത് കുറച്ചും കൂടി പുതിനയുടെ ഇല അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കൂടെ മല്ലിയിലയും കൂടിയും വിതറാട്ടോ. പിന്നെ അപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടോ, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഉപ്പും പുതിനയിലയും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തപ്പോൾ നമ്മുടെ സാലനയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാൻ. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര തിക്ക് വേണ്ടെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാലന എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ആരും ഇത് മിസ്സാക്കരുത്. ഇതുപോലെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു അടിപൊളി വിഭവവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.